നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. നമ്മൾ ഇന്ന് ചിക്കൻ തന്തൂരി കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ചിക്കൻ തന്തൂരിയും ചിക്കൻ കറി അല്ലമ്മേ എന്താ അതിന് മോളിക്ക് പോവാം. അപ്പൊ നമുക്ക് നമ്മള് ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടാ. കുറച്ച് ചക്കര ഉപ്പേരിക്കണം. നമുക്ക് ആഴ്ച വേണ്ട ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട്. സബോള ചെയ്യണം, സെറ്റാക്കണം. നമ്മള് ചിക്കനിലേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കണം. ചക്കയും ചിക്കനും ആണെന്ന് വെക്കാനായിട്ടാ. മഴ പെയ്തൊരു തണവൊക്കെ ആയിട്ടാ. അപ്പൊ നമുക്ക് ചിക്കനൊക്കെ ആവാം. അതുവരെ നമ്മള് ഫോക്കസിക്കായിരുന്നു. അതെ, അപ്പൊ നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. കാരണം നമ്മള് ചിക്കനും ചക്കയും കഴിക്കണൊക്കെ എല്ലാവരും നമ്മള് 2-3 ആളായിട്ട് കാണിച്ചിട്ട് വേണം. നമ്മളധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പൊ എന്തായി എല്ലാരും വെക്കേഷന്റെ പരിപാടികളൊക്കെ? അതെ, ക്ലാസ്സൊക്കെ തുടങ്ങാറായി, സ്കൂളൊക്കെ തുറക്കാറായി. സ്കൂള് പോകാറായില്ലേ? അപ്പൂസിന്റെ +1 കഴിഞ്ഞിരിക്കുകയാണ്. +2ലേക്ക് കടന്നൂല്ലേ? കടന്നു. അതെ, അതാണ് അപ്പൂന്റെ ആഗ്രഹം. അപ്പൊ അപ്പൂസ് +2 ഹ്യൂമാനിറ്റീസ് ആണ് കേട്ടാ. ഹ്യൂമാനിറ്റീസ് എങ്ങനെയുണ്ട് അപ്പൂസെ? ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അതെ, ഇത് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതായത് സയൻസ് എടുക്കാൻ കാരണം എളുപ്പം ഹ്യൂമാനിറ്റീസ് ആണല്ലോ. അപ്പൊ സയൻസിനേക്കാൾ എളുപ്പം ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പൊ ഞാൻ ഹ്യൂമാനിറ്റീസ് തന്നെ ആയിരുന്നു കേട്ടോ. അമ്മ ഏതായിരുന്നു? അമ്മ കൊമേഴ്സ്. അമ്മ കൊമേഴ്സ്. ഞങ്ങൾ രണ്ടുപേരിൽ വെറൈറ്റി ആയിട്ടാ. ഞങ്ങളിൽ വെറൈറ്റി അമ്മയാട്ടോ. അമ്മ കൊമേഴ്സ് മാത്സ് ഒക്കെ പഠിച്ചാണ്. അങ്ങനെ ഞാൻ +1 +2 ഇറങ്ങിയ ടൈമില് അമ്മ എവിടെ പഠിച്ചെന്ന് പറയും. അമ്മ പാറമേക്കാവില് പാറമേക്കാവിലാണ് പഠിച്ചത് കേട്ടാ. അമ്മ സ്കൂള് ആദ്യം 1 തൊട്ട് 7 വരെ ചാണികുളം സ്കൂളിലാണ്. പിന്നെ 8 തൊട്ട് 10 വരെ നിർമ്മല ഹൈസ്കൂൾ കുണ്ടുകാട്, അവിടെയാണ് പഠിച്ചേട്ടാ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങള് എന്റെ വീട് മാറ്റാമ്പറം. എന്നെ കെട്ടിച്ചു കൊണ്ടുവന്നേക്കണത് പാണ്ടിപ്പറമ്പ് ചർച്ചയോട് വസിപ്പിക്കാൻ. അതെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം കേട്ടാ. സവാള വറുത്തോണ്ടിരിക്കുകയാണ്. പച്ചമുളക് അരിയുന്നു. നമുക്ക് ചിക്കനൊക്കെ വഴി സെറ്റാക്കണം കാണിക്കാമല്ലേ മേ? അതെ, നമ്മൾ സവാളയൊക്കെ നന്നായി അഴറ്റി കഴിഞ്ഞിട്ടാ നമുക്ക് എനിക്ക് മുളക് പൊടി ഇട്ടെടുക്കാം. അതെ, കുത്തി പിടിച്ചിട്ടുള്ളതാണ് കേട്ടാ. നമ്മൾ ഒരു വെറൈറ്റിയിലാണ് വയ്ക്കുന്നത്. വെറൈറ്റി മുളകും പൊടി ഇടുന്നില്ല. പകരം മുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഇവിടെ മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടില്ല. നമുക്കെനിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിൽ ഉപ്പും മഞ്ഞൾപ്പൊടി കഴിയാറായി എടുത്തിട്ട് വേണം കേട്ടോ. കല്ലുപ്പിട്ട് കൊടുക്കട്ടോ. ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കും. ചിക്കനൊക്കെ അടിപൊളി വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാല ഇട്ടിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. കറണ്ട് പോയാലും വെളുപ്പത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അപ്പൂസ് നമുക്ക് വേണ്ടിയൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചെയ്യില്ലട്ടാ. അപ്പോൾ നമ്മുടെ അതിന്റെ പേര് നമ്മൾ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞങ്ങളുടേതായൊരു പെപ്പർ ചിക്കൻ ആട്ടോ. അപ്പോൾ നമ്മൾ അതിന് പെപ്പർ ഇടണം. പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെപ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വെച്ചെടുക്കാം. രണ്ട് ചുവന്നുള്ളിണ്ട്, ഒരു തക്കാളി, ഒരു വേപ്പില, ഒരു കതിരി വേപ്പില, പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇടണം. നമുക്കൊക്കെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എനിക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. പെപ്പർ ചിക്കനാണ്. നമ്മുടെ പുതിയ മൊബൈലായിട്ടാ വീഡിയോ പിടിക്കുന്നത്. അതെ, നമുക്കിത് നമുക്കൊരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് തൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ കഴിഞ്ഞു. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് മിക്സ് ആക്കാം. നമുക്കിത് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. ചൂടായിട്ടില്ല കേട്ടാ. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടാ. അതെ, ചിക്കൻ ഇട്ട് നമ്മുടെ പെപ്പർ ചിക്കൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു. കളർ തന്നെ കണ്ടറിയാം അല്ലേ? പെപ്പർ ചിക്കനാണല്ലോ. നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു ട്രിപ്പായിട്ടുണ്ട് കേട്ടോ. നമുക്കത് എണ്ണയിൽ പൊരിച്ചെടുത്തത് കോരിയെടുക്കാം. അതെ, അപ്പോൾ ഇതേ നമ്മൾ കോരിയെടുക്കാം. നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അതെ, ഫസ്റ്റ് ട്രിപ്പ് കോരിൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. പെപ്പറിൻ്റെ പെപ്പർ ചിക്കൻ്റെ ഗ്രേവി അതിമ്മ കുറച്ച് കഴിഞ്ഞ് പിടിച്ചിരിക്കണില്ല കേട്ടാ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അതിൽ പിടിച്ചിട്ടുണ്ടാവും. അതെ, നമ്മുടെ ചിക്കൻ സെക്കൻഡ് ട്രിപ്പ് നമുക്ക് കോരാട്ടാ. അതെ, നമ്മുടെ ചിക്കൻ ഇവിടെ സൂപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗ്രേവിക്ക് അടിപൊളിയായിട്ട് ഇതും കൂടി നമുക്ക് രണ്ടും കൂടി ഇരിക്കണം കേട്ടോ. നമുക്ക് അവസാനത്തെ കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്ത് തുറക്കാം. അലങ്കോലല്ല, അലങ്കാര അലങ്കോലപ്പണികൾ. നമ്മുടെ സവാള കുറച്ച് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. സെറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, നമ്മള് ചിക്കനും ചക്കയാണ് കഴിക്കാൻ പോണത് കേട്ടോ. ചക്ക ചിക്കൻ ചിക്കൻ ചക്ക അല്ലേ? അതെ, കല്ല് പോയിട്ടാ, അതുകൊണ്ടാണ് അപ്പൊ ഫ്ലാഷ് അടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഡൗൺ ആയിരുന്നു. അതെ, അപ്പൊ നമ്മുടെ അത് പോയി.
അതെ നമ്മുടെ പെപ്പർ ചിക്കൻ നാളെ കിട്ടാം. കറണ്ട് പോയാലും മിക്സിയിൽ അടിക്കാൻ പറ്റാണ്ടായി പോയി ഗൈസ്. എല്ലാം കറി വെച്ചിട്ട് ചക്കയും ഉണ്ടായിരുന്നു. അത് അമ്മനെ കാണിച്ചോ? അതെ അമ്മടി ഓടാതെ പോട്ടാ. ഞാൻ പറഞ്ഞപ്പോ അമ്മ ചോടാന്നിട്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെ അപ്പൊ ഗ്രീൻ ഗ്രീനല്ല പപ്പർ ചിക്കൻ ഗ്രീൻ ചിക്കൻ. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ നമ്മള് സവാളൊക്കെ ഇട്ടിട്ട് ചിക്കനെ കാണാണ്ട്. അപ്പൊ നമുക്ക് 10 പിഴിഞ്ഞ് അടിപൊളിയായിട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ ചിക്കൻ കറിയും ഫ്രൈ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അത് പറയാൻ വന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പൊട്ടിക്കും ചെയ്യാം. ബൈ ബൈ.